എല്ലാം റെഡിയല്ലേ? പയ്യെ ഇപ്പൊ ഇറങ്ങും. ഇപ്പൊ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ചെറുക്കനെ ഇറങ്ങാത്ത ഇവനീ സ്വീകരണം പോലെ ഞാനും എമ്പാരും കൂടെ വേണം. ഇവനൊക്കെ എവിടുത്തെ ദുബായിക്കാരൻ. എടാ പയ്യനോട് ഇറങ്ങാൻ പറ. ബൈക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. ചേട്ടാ റെഡിയാ, ഇറങ്ങിക്കോ. ചേട്ടാ ഗ്ലാസ് ഒന്ന് തട്ടാവോ? ചേട്ടാ ഗ്ലാസ് എന്താ ചേട്ടാ? എന്തിനാ ഇറങ്ങാത്തെ? ചേട്ടൻ തന്നെയെന്ന് പറഞ്ഞാൽ മതി. അവനാണ് ഒടുക്കത്തെ ജാടയാ. ആ ചില്ല് പോലും തുറന്നില്ല. എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു. ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും മാങ്ങാത്തൊലി. ടാ ഇത് കറക്കം നോക്കോളാം. എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത്, മനസ്സിലായല്ലോ? ശാന്തി ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ? അല്ല അറിയാൻ പയ്യനോട് ഇറങ്ങാൻ പറ. മുഹൂർത്തവാറായി. ശാന്തി ചീത്ത വിളിക്കും. സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ. ഇവിടെ എല്ലാം റെഡിയാ. എന്താണ് മോനെ വേഗം ഇറങ്ങും, സമയമായി. എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാൽ പറഞ്ഞാണ് ധൃതി വെക്കരുതെന്ന്. അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം. അതെല്ലേ? നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട. അറിയോ സനിച്ചേട്ടാ സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത്. പുള്ളി കല്യാണം വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം. പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. അച്ഛൻ പൊയ്ക്കോ. എന്നാ ശരി മോനെ. സെൽഫി എടു. മോളൊന്ന് മാറിക്കേ ഒന്ന്. അതെ, ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട്, ഇപ്പൊ വരും. സന്തോഷവനായിരിക്കും. ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ? പക്ഷെ കുഞ്ഞപ്പനറിയത്തില്ല എന്നാത്തിനാണ്. എന്തായാലും കിട്ടി വരണം അന്തസ്സായിട്ട്. പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട്. ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിരുന്നോ? ആര് വിളിച്ചാലും കഥ തുറക്കണ്ട. ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ. ചേട്ടാ എത്ര നേരമായിട്ടോ, ഒന്ന് ഇറങ്ങാൻ പറ. എന്ത് പരിപാടിയാണിത്? അല്ല ഇവിടെ 2 ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ. ഒന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒന്ന് ഞങ്ങളുടെ. അയ്യേ, അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല, വലിയ ഫോട്ടോഗ്രാഫറാ. കോട്ടും വേണം അവൻ്റെ ചേർത്തല്ല ആ ഒരു സാമ്പാർ കല്യാണം. ഇല്ലടാ ഫ്രീയാ, വെറുതെ ഇരിക്ക. ആ മോനെ സിംഗപ്പൂര് മറ്റേ കാണ്ടിട്ടല്ലേ? ഓക്കെ. ചേട്ടാ സമയമായി, ശാന്തി പ്രശ്നമാക്കണുണ്ടേ. അല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. അല്ല വെറുതെ നോക്കല്ലേ, ആ പരിപാടി ശരിയാവില്ല. ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ച. കുഴപ്പമില്ല ചേട്ടാ, ഒരു കുഴപ്പമില്ല. ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈലായാനെ. ഈ വൃത്തിയായിട്ട സെറ്റപ്പിൽ കോട്ട് ഇടണമെങ്കിൽ എക്സ്ട്രാ ചിലവ് വരും. ആണോ? അത് ചേട്ടാ. പിന്നെ ചേട്ടാ അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തായിരുന്നു. എന്താ മോനെ? എനിക്ക് ബാക്ക് ഇത്തിരി ഫുള്ളാന്ന് കൂട്ടുകാർ പറയുന്നു. അല്ല കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ മോനെ, കല്യാണയെ കുറിച്ച് വീട്ടിൽ വെച്ച് വന്നോട്. അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്നും ശല്യം ചെയ്യരുത് കേട്ടോ. ഇല്ല, ശല്യം ചെയ്യില്ല. പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല. വാ മോനെ. ആ പരിപാടി തുടങ്ങട്ടെ. ആ ചേട്ടനൊന്ന് മാറ്റിയേ. ആ ചേട്ടന്റെ കളർ ശരിയല്ല. ആ മെറൂൺ ഫെലോ. എന്ന് ഉദ്ദേശിച്ച ജയനയാ, മനസ്സിലായില്ലേ? അത് പെണ്ണിന്റെ അമ്മാവനല്ലേ? അല്ല അത് സാരമില്ല. സൽമാൻ ചേട്ടൻ പറഞ്ഞോളൂ, കേട്ടോളൂ കേട്ടോ പ്ലീസ്. ആ പയ്യൻ കയറട്ടെ. മഞ്ഞയാണോ അവൻ യെല്ലോ ഫെലോ. ഒന്ന് മാറ്റി. എന്റെ മോനാ സുമേഷ്, അവനെ മുറച്ചെറുക്കനാ പെണ്ണിന്റെ. മോനിട്ടോടാ. ആ മാലയും തന്നു. എടാ മോനെ, ഈ കടിച്ചടയ്ക്കുന്നുണ്ട്. ഇനി ആ ബൊക്കെ മേടിച്ചോ, കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷെയ്ക്കാനും കൊടുത്ത്.
മോതിരം വല്ല എടുത്തുണ്ടോ? മോതിരം ഇല്ല, ഒന്നുമില്ല. ആ അപ്പൊ എല്ലാവർക്കും നടക്കാം. പോരെ ഏതാ ഈ നരപ്പൻ അഹങ്കാരി? ആന്റി വാ. എല്ലാവരും കൂടെ പോരെ. വീട്ടിൽ തടയുന്നു പോരെ. മണ്ഡപം സുമാരല്ല. പിന്നെ നമുക്കൊന്ന് ചിരിച്ചോണ്ടിരിക്കാൻ വയ്യ മനുഷ്യ. ഓന്ത എങ്ങനെ ഇരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാൻ കല്യാണമായിട്ട്. ആരാണോ ഇതിൻ്റെ അത് പെറ്റ് കിടക്കുന്നത്? മുണ്ടൊന്ന് നേരിട്ട് കസവ് നേരിട്ടോ. Ready? Smile. മാലയൊക്കെ ഇരിക്കുന്നു. ചവിട്ടി ഞെരിക്കരുത്. എന്നെ നോക്കണ്ട ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. Yo, yo. ഒറ്റ പ്രാവശ്യമാണേ ക്യാമറ ലുക്ക്. മതി മതി. താനിപ്പോൾ എടുക്കണ്ട, സൽമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സഞ്ജു ചേട്ടാ. ഇവിടെ ഫോട്ടോ ഫോട്ടോ കിട്ടിയില്ലേ? വന്നപ്പോൾ ഭയങ്കര ഷോണല്ലോ പോയി. വായന പൂജിക്കുന്ന കണ്ടിട്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാരല്ല വിട്ടേക്ക്. ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റവരാണോ അതിനകത്ത്? എന്താ ചേട്ടാ ദക്ഷിണ കൊടുക്കാറായി. പത്മാ പറഞ്ഞിട്ട് വിളിച്ചേ, വേഗം വരാൻ പറഞ്ഞു. ബാല ഊണ് കഴിയോടെ തന്നെ എല്ലാരെയും ബസ്സേ കയറ്റിക്കൂടാം. ഇനി അതിന്റെ പേരിൽ ഒരു താമസം വേണ്ട. ആ ചെല്ല് ചെല്ല്. നമസ്കാരമുണ്ട്. ഞാൻ പെണ്ണിന്റെ വകയിലൊരു കൊച്ചാച്ചനാ. ചെറുക്കൻ നല്ല മിട്ടുക്കൻ ചെറുക്കനാണ്. ഏതാണ്ട് ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. ആ എങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചിട്ട് മതി, അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നമാവാം. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? വിധി. പിന്നെ വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പെങ്കൊച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടും എന്നെ കെട്ടാൻ തയ്യാറായതില്ലേ, അത് വലിയൊരു കാര്യം. എന്ത് കാര്യങ്ങള്? അല്ല, അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറുക്കം കെട്ടാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അറിഞ്ഞിട്ടില്ലേ? അല്ല ഏത്? അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ചേട്ടൻ നിഷ്കളക്കം ചേട്ടനാണ് അല്ലേ? അതുകൊണ്ടാണ്. പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിച്ചിട്ട്. ആ കാണാതെ. ഇനി പിന്നെ നീ വന്നേ. അതെ, ഈ പെണ്ണിനെന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോടൊന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ. കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത്. എൻ്റെ ആങ്ങളെ കല്യാണം കൊണ്ടതിൻ്റെ ക്രിമേഡിയാ നിങ്ങൾക്ക്. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ. എന്നാലും എന്തോ ഒരു വന്തികേടും ഉണ്ട്. ഏട്ടനെ ഇവിടെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കൊണ്ട് ഒരു കാര്യമില്ല. സമയത്തിന് മരുന്ന് കൊടുക്കാൻ കൊന്നു വന്നു. ചേട്ടൻ കൊടുത്തു നന്നായി വാ മോളെ. അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരും. സുഗത സുഗതേട്ടാ, സുഗത ചേട്ടാ. പിന്നെ ദക്ഷിണ ജലജ വാ. യോ ചേട്ടനും കൊടുത്തിട്ട് മതിയായിരുന്നു. ചേട്ടാ വാ. എടി സമയമില്ല. നിക്കേട്ടാ. പട്ടാളം അത് മുറുക്കാനല്ല, ദക്ഷിണയാണ്. അത് ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ മതി മതി, ബാക്കിയൊക്കെ സ്റ്റേജിൽ കൊടുക്കാം. 5 മിനിറ്റ് സാരി ഒന്ന് ശരിയായിക്കോട്ടെ. ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇപ്പൊ വിടാം. വേഗം. ഓ, ഇനി ഇയാൾ അങ്ങോട്ട് ഉണ്ടാക്കിയാലേ അത് ശരിയാകത്തുള്ളൂ. ഒത്തിരി സൈലോട്ട് കൊണ്ടുവരാം. കൊണ്ടുവരാം. എവിടെ പോയി കിടക്കണമെന്ന്. അതെ അതെ, ഒരു പൊക്കം കുറഞ്ഞ കാണാൻ വർക്കത്തൊന്നുമില്ല. എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ. കാണാൻ കണ്ടല്ലേ? കണ്ടില്ല. 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 എവിടെ നിന്ന് വരുന്നത്? ഇല്ല, പണിയില്ല. ഇപ്പൊ ഇങ്ങനെ നമസ്കാരമുണ്ടേ.
ഇവിടുത്തെ ആരെങ്കിലും ആണോ? പെണ്ണിന്റെ കൊച്ചനാ എന്നാ? അല്ല, ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് കൊച്ചത്തിനാ. എന്നാ പറ്റി? ഈ പെണ്ണ് വല്ല ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ? ആർക്കറിയാം ജവാദോഷം? ഈ സ്വഭാവമുള്ള ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ചോദിച്ചാണേ. ഹലോ സന്ദീപ്, ഞാൻ കിരൺ, അഞ്ജനയുടെ ഫ്രണ്ടാ. ഇങ്ങടന്നേ. അടിപൊളി കല്യാണമൊക്കെ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പോയി. അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനെ അല്ലേ? പുള്ളി അടിപൊളിയാണ് കേട്ടോ. എന്റെ കല്യാണം ആയിരിക്കണം. പുള്ളീനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കണം. ഭയങ്കര കാശ. കല്യാണമൊക്കെ ഒരിക്കലല്ലേ നടക്കുള്ളൂ പോയി. എൻ്റെ കയ്യിൽ കുറച്ച് റെഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. കാണിച്ചേ. അല്ല, അത് കുതിരയല്ലേ? കുതിര ഇവിടെ ഇല്ല. പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റു കുതിരയുടെ പോലെ ഇരിക്കണം ഏറ്റവും. പുള്ളി വായന തോളത്ത് കയറ്റി വെച്ച് കൂട്ടുകാരാണെന്ന് ബാക്കിൽ തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ ഇട്ടു. അതുകൊള്ളാം. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? ഇൻസ്റ്റയിലേക്ക് ഇടാലോ കല്യാണ ചക്കൻ. അല്ല, ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്തതാ. എന്നിട്ട് അവൻ പുനർജീവിച്ചു വന്നതാ. ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല, ചേട്ടൻ്റെ മോനൊക്കെയാ. ഏട്ടൻ്റെ മോനാണോ? എൻ്റെ ചേട്ടൻ്റെ മോനാണല്ലോ. അതെ. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ലേ. കല്യാണം കഴിയുമ്പോൾ എല്ലാം മാറിക്കോളും. അല്ല, അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മ വരുത്തോണ്ടേ അവൻ ഈ അടി ബേളർ നടന്നവനാ. എനിക്കൊന്നും പറയാനല്ല. അപ്പൊ നമ്മൾ മോശക്കാരനാ. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെ എല്ലാവരും കൂടി. എനിക്കെന്നാ സോറി. It's okay. എടാ ഫോട്ടോക്കാരാ, എന്റെ മോടെ 2 ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ. വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. പൊക്കോ. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ദേ ആ നിൽക്കുന്നതാണ് എന്റെ മോള്. കെട്ട് കഴിഞ്ഞെടുക്കാം. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് സമ്മതിക്കില്ല. ചേട്ടാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എൻ്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റും? അല്ല, പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ, സമയം അമ്മാവനെയും കൂടി വാ. ഓക്കെ. എന്താ കളിക്കുന്നേ? കെട്ടുപോട്ടോ. കെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. ഇങ്ങോട്ടോ. ഇപ്പൊ കൊടുക്കാം. ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസം? കൊടുത്ത കല്യാണത്തിന് മീനൊക്കെ 2 ഗ്ലാസ് എടുത്തോളാം. ഒരെണ്ണം കൊടുത്തു. എന്താ ചാ ജവാൻ യൂണിഫോം കറക്റ്റ്. ഞാൻ ഈ മിലിറ്ററി ക്യാമ്പ് മുഴുവൻ നോക്കി കാണുമായിരുന്നു. അതെ സാർ, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പുരയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണസഭ എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നുകൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന്. നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ? ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ ലേറ്റ് പോനെ. അതുകൊണ്ടൊരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാര് പറയണ്. അതല്ല അവന്റെ ചേട്ടനൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടായി പോയി. ഇല്ലെങ്കിൽ ഹലോ, ഇവിടുത്തെ ആരായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണിന്റെ അപ്പച്ചിയുടെ പുരുഷൻ ഫ്രം ദുബായ്. ഓ, ചെറുക്കൻ ദുബായാണല്ലോ. ആ, ഞാൻ ചെറുക്കൻ്റെ വകയൊരു അമ്മാവനാ. ഈ ചെറുക്കനെ കുറിച്ച് എന്തെങ്കിലും ഒരു
ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത്. നമ്മളെ വിളിച്ചു വരുന്നു കൂടുന്നു പോകുന്നു അത്രേ ഉള്ളൂ. അല്ല, ഈ ചെറുക്കൻ ദുബായിലെ ഇവിടെ പിലിപ്പിടി പെണ്ണുങ്ങളെ കെട്ടിയെന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോ നാട്ടിൽ മൊത്തം പാട്ടാ അറിയോ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ? ഞങ്ങളുടെ പെണ്ണ് ഭാഗ്യവതിയാണെന്ന് ഞാൻ പറയും. സാറല്ലേ അല്ലേ അത്? എനിക്കറിയാമോ സാറേ? ഒന്ന് എനിക്കറിയാം.